ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവാം. ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ആൻ അമ്പലം വിസിറ്റ്. അപ്പോൾ അമ്പലം ഏതാന്ന് ചോദിച്ചാൽ കണ്ണൂരിലെ പെല്ലശ്ശേരി അമ്പലം കേട്ടോ. നമ്മൾ വീടിനടുത്താണ്, വേഗം പോയിട്ട് വരാം. അപ്പം ഞാനും അമ്മയും അമ്മമ്മയും മൂത്തിയും കൂടി കേട്ടോ പോണേ അമ്പലത്തിൽ. അപ്പോൾ സൺസ്ക്രീൻ അതിലില്ല, പക്ഷേ ഞാൻ എങ്ങനെയോ ഇട്ടിട്ട് പോകാന്നുള്ള രീതിയിൽ കുറച്ചെടുത്ത് പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ടും പിന്നെ ഞാൻ വേറെ പുറത്ത് പോയിട്ടുള്ളതുകൊണ്ടും ഞാൻ ഭയങ്കര ലേറ്റ് ആയിരുന്നു റെഡി ആവാൻ. അവരാണെങ്കിൽ എല്ലാം റെഡി ആയിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും വ്ളോഗ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. ആദ്യമായിട്ടായിരുന്നു ഞാൻ ഫോണിൽ നോക്കി റെഡിയാകുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അധികം കോപ്രായം കാണിച്ച് ഞാൻ അവിടെ നിന്നാൽ എന്നെ അവർ കൂട്ടാണ്ട് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ വേഗം ഓടിട്ടോ. പിന്നെ ഈ ഉത്സവം നടന്നത് ഡിസംബർ ലാസ്റ്റ് വീക്ക് ആയിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇടുന്നത് ജനുവരി ലാസ്റ്റ് വീക്ക്. അത്രയും വൈകിയതിന് പ്രത്യേകിച്ച് വലിയ കാരണമൊന്നുമില്ല. എൻ്റെ പെർലശ്ശേരി അമ്പലത്തിലെ കുളം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വലിയ കുള, അതിൽ തന്നെ കുറേ മീനുകളുണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൽ ഇപ്പോൾ ഉത്സവം നടക്കുകയായിരുന്നു. ഇപ്പം അല്ല, അപ്പോൾ ആന ഉണ്ടായിരുന്നു, പഞ്ചവാദി ഉണ്ടായിരുന്നു, അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉത്സവമൊക്കെ കുറച്ച് കണ്ട് നമ്മൾ പ്രസാദമൊക്കെ കഴിപ്പിക്കാൻ പോയി. ഇതെന്താണെന്ന് വെച്ചാൽ മുട്ട സമർപ്പിക്കുക, നാഗത്തിന് വേണ്ടി. നാഗദോഷമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട സമർപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ടിലോട്ടോ പോയത് അമ്പലത്തിലെ പായസം. പെർലശ്ശേരി അമ്പലത്തിലെ പായസം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ജീവനാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ കൂടി പോയിട്ട് വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ആ തിരക്കിനിടയിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് വീട്ടിലെത്തിയിട്ട് കുറച്ച് വീഡിയോ ക്യാമറയിൽ മുന്നിൽ കുറച്ച് ഷോ ഒക്കെ കാണിച്ച് അടുത്ത ദിവസം തന്നെ കോളേജിലേക്ക് തിരിച്ചു പോകണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ വേഗം പാക്ക് ചെയ്യാൻ വേണ്ടി പോയി. ബൈ.